നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ പള്ളികളിൽ നിന്ന് ലൗഡ് സ്പീക്കറുകൾ നീക്കം ചെയ്യുന്ന പ്രാദേശിക പോലീസ് നടപടിക്കെതിരെ മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ ഉൾപ്പെടെയുള്ള NCPI MP-മാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടിയന്തരമായി ഇടപെട്ട് പോലീസ് നടപടി തടയണമെന്നാണ് ആവശ്യം. ഇത് സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് വിട്ട് NCPI-യിൽ ചേർന്ന 3 MP-മാർ അമിത് ഷായുടെ ഓഫീസിന് നിവേദനം നൽകി. പശ്ചിമ ബംഗാളിലെ ബഹ്റാംപൂർ MP-ആയ യൂസഫ് പത്താന് പുറമെ മുർഷിദാബാദ് MP അബു തോഹിർ ഖാൻ, ജംഗിർപൂർ MP ഖലീലുർ റഹ്മാൻ എന്നിവരാണ് നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നത്. ശബ്ദമലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും സുപ്രീം കോടതി നിർദ്ദേശങ്ങളെയും പൂർണ്ണമായി മാനിച്ചുകൊണ്ട് തന്നെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താതെ ന്യായമായ രീതിയിൽ ഇത് നടപ്പിലാക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്ന് MP-മാർ ആവശ്യപ്പെട്ടു. അതേസമയം ശബ്ദമലിനീകരണത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതി ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവുകൾക്ക് വിധേയമായി എല്ലാ ആരാധനാലയങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഒരുപോലെയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് പോലീസിന്റെ വാദം. നടപടി പള്ളികൾക്ക് മാത്രമുള്ളതല്ല എന്നും വ്യക്തമാക്കി. വോട്ടർ പട്ടിക സംബന്ധിച്ച ആശങ്കയും വോട്ടിംഗ് ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട ട്രൈബ്യൂണൽ കേസുകൾ തീർപ്പാക്കുന്നതിലെ കാലതാമസവും MP-മാർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അർഹരായ ധാരാളം വോട്ടർമാർ ട്രൈബ്യൂണൽ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ്. ഇത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ, ഭൂമി രജിസ്ട്രേഷൻ, സർക്കാർ ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇത്തരം കേസുകൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ ഈ വർഷം തന്നെ തീർപ്പാക്കണമെന്നും MP-മാർ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം പള്ളികളിൽ നിന്ന് ലൗഡ് സ്പീക്കറുകൾ നീക്കുന്ന പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാക്കളും വിവിധ മുസ്ലിം സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. രേഖാമൂലമുള്ള ഉത്തരവില്ലാതെയാണ് ലൗഡ് സ്പീക്കർ നീക്കാൻ ആവശ്യപ്പെട്ടതെന്ന് ജമിയത്തുൽ ഉലമ ഹിന്ദ് ബംഗാൾ ഘടകം നേതാവ് നൌഷാദ് സിദ്ദീഖി ആരോപിച്ചു. പോലീസ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനും ചില സംഘടനകൾ നീക്കം നടത്തുന്നുണ്ട്.